ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് വിയറ്റ്നാം വിശേഷങ്ങൾ. ദനാങ്ങിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബാന ഹിൽസിലോട്ടാണ്. സോ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, വണ്ടിയിൽ കയറി ബാന ഹിൽസിലോട്ട് പോവുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ഈ ബാന ഹിൽസിലോട്ട് പോകാനായിട്ട്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ഇവരുടെ കൂടെയാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ട്രാവൽ ഗൈഡ്. പോകുന്ന വഴിക്ക് വാഷ്റൂം പോകാനും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഒരു പേൾ ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഒറിജിനൽ പേൾ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ കുറേ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേൾസിൻ്റെ കളക്ഷൻസ്, അതിൻ്റെ കുറേ ആഭരണങ്ങളും അതിൻ്റെ മാലകളൊക്കെ ആയിട്ടുള്ള ഒറിജിനൽ പേൾസിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് AC ഒക്കെ കൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും നമ്മൾ യാത്ര തിരിച്ചു. ഇവിടുത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ് ബാന ഹിൽസ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ബാന ഹിൽസിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു ഹാൻഡ് ബ്രിഡ്ജ് മാത്രമേ കാണത്തുള്ളൂ എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ വന്നത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ തന്നെയുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഈ വീഡിയോയിൽ വഴിയേ അറിയാം. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈഡ് ഇതുപോലൊരു ഫ്ലാഗ് തൂക്കിപ്പിടിച്ച് നടക്കുന്നത്. ഇവിടെ ഏത് ഗൈഡിനെ ശ്രദ്ധിച്ചാലും മനസ്സിലാകും, അവരുടെ കയ്യിൽ ഓരോ പല നിറത്തിലുള്ള ഫ്ലാഗ് കാണും. കേബിൾ കാർ വഴി മാത്രമേ നമുക്ക് ബാന ഹിൽസിൻ്റെ മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ സിംഗിൾ ട്രാക്ക് കേബിൾ കാറുകളിൽ ഒന്നാണ്. കേബിൾ കാർ ഇറങ്ങി ആദ്യം ചെന്നെത്തുന്നത് ഒരു ഫാൻറ്റസി തീം പാർക്കിലാണ് കേട്ടോ. അവിടെ കുറേ അഡ്വഞ്ചർ റൈഡ്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിലും കയറാനായിട്ടുള്ള ടൈം ഇല്ലായിരുന്നു, നമുക്ക് ലിമിറ്റഡ് ടൈം ആയിരുന്നു. അപ്പം വളരെ അട്രാക്റ്റീവായിട്ട് അവിടെ എനിക്ക് തോന്നിയത് ആൽപൈൻ കോസ്റ്റർ ആയിരുന്നു. ഞാൻ ആൽപൈൻ കോസ്റ്ററിൽ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ചെന്നു ആൽപൈൻ കോസ്റ്ററിലേക്ക് ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ആൽപൈൻ കോസ്റ്ററിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ്. ഇതൊരു സെൽഫ് കൺട്രോൾഡ് റോളർ കോസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് നമുക്ക് തന്നെ നിയന്ത്രിക്കാം. മലനിരകൾക്കിടയിലൂടെയുള്ള ഒരു അഡ്വഞ്ചറസ് റൈഡ്. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾ ആരെങ്കിലും വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റോളർ കോസ്റ്റർ റൈഡ് ട്രൈ ചെയ്യണം. ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. റൈഡ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫ് കിട്ടി. സോ അതൊക്കെ നോക്കി നിന്ന് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഒരു ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റിൽ തന്നെ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ചെല്ലുന്നത് ഫ്രാൻസിലേക്കാണ്. ഇതാണ് ഫ്രഞ്ച് വില്ലേജ്. പണ്ട് ഫ്രഞ്ചുകാർ പണിത കെട്ടിടങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് ഇതൊക്കെ. ഇവിടുത്തെ സ്ട്രീറ്റ്സും ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നമ്മൾ യൂറോപ്പിലെ ഏതോ പഴയ നഗരത്തിൽ എത്തിയതുപോലെയൊക്കെ തോന്നും. ഇവിടെ എപ്പോഴും അടിപൊളി റെസ്റ്റോറൻറ്റ്സും ലൈവ് മ്യൂസിക്കും ഒക്കെ ആയിട്ട് നല്ല വൈബാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ചിൽ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നീട് പോകുന്നത് നമ്മുടെ ഹാൻഡ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഹാൻഡ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഇതിനെ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ എപ്പോഴും ഇതുപോലെ ക്രൗഡഡ് ആയിരിക്കും. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഒരു മോർണിംഗ് ടൈമിലൊക്കെ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയുള്ളൂ ബാന ഹിൽസിലെ വിശേഷങ്ങൾ. വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ യാതൊരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വണ്ടർലാൻഡ് തന്നെയാണ് ബാന ഹിൽസ്. കാഴ്ചകൾ, അഡ്വഞ്ചർ, നല്ല ഭക്ഷണം, യൂറോപ്യൻ വൈബ് എല്ലാം ഒരൊറ്റ സ്ഥലത്ത്. അപ്പോൾ വിയറ്റ്നാമിലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫോർ നൗ.